ഞാനിന്ന് ഹെൽമെറ്റ് ഒക്കെ വെച്ച് വന്നേക്കാണ് പുറത്തേക്ക് വന്നോ. അപ്പൊ നമ്മുടെ ഒരു കാലി ഫ്രെയിം ഉണ്ട്. ഇതിനകത്തേക്ക് 10 രൂപയുടെ ഒരു പ്രിന്റ് എടുത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ പേർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് വരച്ചു കൊടുക്കാനും സ്കെച്ച് ചെയ്ത് കൊടുക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വരപ്പിച്ചു കൊടുക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് അതൊന്നും പറ്റിയില്ല. പെട്ടെന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വരച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കാം. അപ്പൊ ഞാൻ എടുക്കാവുന്ന 10 രൂപയുടെ പ്രിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആലോചിക്കുവാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ്റെ തന്നെ ഒരു ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലൊരു ഫോട്ടോ ആണ് ആദ്യം വേണ്ടത്. നമ്മൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലൊരു ഫോട്ടോ ആണ് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ AL ഡ്രോ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. AL ഡ്രോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പോപ്പപ്പ് വരും. അതിനകത്തേക്ക് ഇത് സെലക്ട് ചെയ്യുക. AL ഡ്രോ എന്നുള്ള ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കൺവേർട്ട് യുവർ ഫോട്ടോ ഇൻ ടു ലൈൻ ഡ്രോയിങ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പോപ്പപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് ഇതുപോലെ ഒരു സർഫേസ് വരും. അതിനകത്ത് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ സെലക്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 3 സ്റ്റെപ്പാണുള്ളത്. സെലക്ട് ഇമേജ് ഫസ്റ്റത്തെ. അപ്പോൾ സെലക്ട് ഫ്രം ലൈബ്രറി എടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ് ഈ ഫോട്ടോ നമ്മൾ പ്രിന്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കുക. ഞാനത് ക്രോപ്പ് ചെയ്ത് ഫേസ് മാത്രമായിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ ഉള്ള ഒരു പ്രിന്റ് ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ചൂസ് ചെയ്യുക. അതിനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്താണ് ഫോട്ടോനത് ലോഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മങ്ങി കഴിയുമ്പോഴേക്കും താഴ്ഭാഗത്ത് വേറൊരു പേജ് വരും. അതിനകത്തേക്കാണ് നമ്മുടെ ഫോട്ടോ ലൈനായിട്ട് നമ്മൾ ഇവർ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രിപ്പയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഡ്രോയിങ് ആണ്. നമ്മൾ വരച്ച നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ പിക്ചർ ഇവർ ഡ്രോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പെൻ കളർ മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കളർ പ്രിന്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വൈറ്റും ബ്ലൂ ആണ് കൊടുക്കുന്നത്. വൈറ്റും ബ്ലൂ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്ലൂ കളറാണ് കേട്ടോ വന്നെ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏത് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ കൊടുക്കുക. ഇനി ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റെഡാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ റെഡാണ് ആദ്യം വന്നത്. ഇപ്പം നമ്മൾ ബ്ലൂ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടത് ഫില്ല് ചെയ്യണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സിംഗിൾ കളർ എടുത്താൽ മതി. ഏത് കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് കളർ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡ് വരെ ആവണവരൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഫുള്ളായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ജിഫായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫോട്ടോ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ എന്തോരം വരക്കണം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത്രയും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് വേണേൽ ഫോട്ടോ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായി. ഇനി നമ്മൾക്ക് അത് വരക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വീണ്ടും വരക്കണം, ഫില്ലാക്കണം. ഇത്രയും ഷെയ്ഡ്സ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും സെൻറ്ററിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ അത് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കളേഴ്സൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ ഓപ്ഷൻസ് ഉണ്ട്. ദേ കണ്ടോ, ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ബ്ലൂ ആണ് നമ്മുടെ റെഡാണ് സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ കളർ വന്നത്. ഇനിയിപ്പോൾ 2 കളർ 3-4 കളർ മിക്സ് ചെയ്തിട്ട് പടം വരക്കണം എന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് ഓരോ കളേഴ്സ് ഇതുപോലെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ കളറായിട്ട് വേറെ മാറി വരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്രോ മോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ പെൻ കളർ മാറ്റാനും ക്യാൻവാസിൻ്റെ കളർ മാറ്റാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ക്യാൻവാസിൻ്റെ കളർ നമ്മൾ വൈറ്റാണ് കൊടുത്തേക്കുന്നത്. വേറെ കളർ വെക്കണമെന്നുണ്ടെങ്കിൽ യെല്ലോ പിങ്ക് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളൊന്ന് നെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ട ക്യാൻവാസിൻ്റെ കളർ മാറുന്നുണ്ട്. അപ്പം നമുക്ക് വൈറ്റ് മതി. അപ്പോൾ വൈറ്റ് മതിയെന്നെങ്കിൽ വൈറ്റ് മാത്രം ക്ലിക്ക് ചെയ്യുക. പെന്നിൻ്റെ കളർ ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലൂ മാത്രം വെച്ചിട്ട് വരച്ച് വരും. അപ്പോൾ നമ്മൾ ഇത്രയും ഫുള്ള് വരച്ച് കഴിയുമ്പോഴേക്കും ഈ അറ്റം വരെ ആകുമ്പോഴേക്കും ഇത് സ്റ്റോപ്പ് ആവും. അപ്പം അത് സ്റ്റോപ്പായി കണ്ടോ. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീക്വൻസി, ഫോഴ്സ്, നോയ്സ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ജിഫ് കൊടുക്കുക. മറ്റേത് വന്നിട്ടോ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ആകും. അപ്പോൾ ഇതുപോലെ ഇമേജ് ഡൗൺലോഡ് ആയി വരും. അപ്പോൾ നമുക്കിത് ഗാലറിയിലേക്ക് ഇതുപോലെ സേവ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ട സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഡ് ടു ഫോട്ടോസ് കൊടുത്ത് നമ്മുടെ ഗാലറിയിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും.
ഇനി നമുക്കിത് SVG എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, ഫോട്ടോ ആയിരിക്കും, ഡൗൺലോഡ് ഇമേജ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ടു ഇമേജ് എന്ന് പറയും. ഇതിനകത്ത് ഇപ്പോൾ ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ലെങ്കിലും ഗാലറിയിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ആഡ് ടു ഫോട്ടോസ് കൊടുക്കുക, അപ്പം നമ്മുടെ ഗാലറിയിലേക്ക് അതും സേവ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നേരെ ഗാലറി വരിക, ഗാലറി വന്നിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കടയിൽ കൊണ്ടുപോയി പ്രിൻ്റ് കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ, കൺവേർട്ട് ചെയ്ത് ലൈനായിട്ട് എടുക്കണേ. അപ്പം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുപോയി ഈ പ്രിൻ്റ് നമ്മൾ നേരെ പ്രിൻ്റ് ചെയ്ത് ഫോട്ടോ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പോ മെയിലോ വഴി സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തേക്കണത് A4 സൈസിൽ പ്രിൻ്റ് എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫ്രെയിമിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രിൻ്റ് ചെയ്തെടുക്കുക. ഇതിന് 5 രൂപയാണ് കേട്ടോ ആയേക്കുന്നത്, 5 രൂപ ആയിട്ടുള്ളൂ. ലൈനായിട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ട് നേരെ നമ്മുടെ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിട്ട് ഞാൻ പോരുവാണ്. അപ്പോൾ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഏട്ടൻ ആലുവ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏട്ടനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാൻ ഏട്ടൻ കണ്ടില്ല. അപ്പോൾ ഞാൻ അടുത്തേക്ക് വെക്കണ സമയത്ത് കണ്ട് ആള്, അപ്പോൾ എന്തോ വരക്കണ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നേരെ കാച്ചിക്കൂട്ടനും ഏട്ടനും കൊണ്ടേ കൊടുത്തു. ഏട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏട്ടൻ പറഞ്ഞു ഇത് കുഞ്ഞന്നെ എന്താ കുത്തി വരച്ചേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ കാശി നല്ല വാശിയിലായതുകൊണ്ട് ഏട്ടൻ പിടിച്ചോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു, ബൈ. അപ്പോൾ ഗൈസ് നോക്കിയാൽ നമ്മുടെ സെറ്റ് ആയിട്ടില്ലേ. അപ്പോൾ 10 രൂപ ആവുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ 5 രൂപ ആയുള്ളൂ. സംഭവം കിടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് കളർ പ്രിന്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.